നമസ്കാരം മക്കളെ, സൂപ്പർ ആർട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 അവസരങ്ങളുടെ ഒരു കൂമ്പാരമായിട്ട് മാറുകയാണ്. നിരവധി PSC നോട്ടിഫിക്കേഷനുകൾ വരാനിരിക്കുകയാണ്. അതായത് 150ഓളം നോട്ടിഫിക്കേഷനുകൾ, ചിലപ്പോൾ 150 പുറത്ത് നോട്ടിഫിക്കേഷനുകൾ 2024 അവസാനം എത്തുകയാണ്. 2025 ധാരാളം പരീക്ഷകൾ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, 10th ലെവൽ ആയിക്കോട്ടെ, ധാരാളം പരീക്ഷകൾ വരാനിരിക്കുകയാണ്. അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവർ, അതായത് കുറേ ആളുകൾ LD എക്സാം ഒക്കെ കഴിഞ്ഞ് അവരുടെ പേരൊന്നും വന്നില്ല, അതുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുകയാണ്. ഇനി ഞാൻ പഠിക്കുന്നില്ല, ഇനി പഠിച്ചാൽ എനിക്ക് കിട്ടത്തില്ല, ഇതെന്താണ് ഇത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന കുറേ കുട്ടികളുണ്ട്. മക്കളെ, നിങ്ങളുടെ പഠിത്തം നിർത്താൻ വരട്ടെ. അവസരങ്ങൾ കഴിഞ്ഞു പോയിട്ടില്ല, പുതുപുത്തൻ അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തുകയാണ്. അപ്പോൾ 2025 ധാരാളം നോട്ടിഫിക്കേഷനുകളാണ് ഇപ്പോൾ 2024 ലാസ്റ്റ് വരാനിരിക്കുന്നത്. നിരവധി എക്സാമുകൾ 2025 നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അത് ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവലിൽ സെക്രട്ടറി അസിസ്റ്റന്റ് പോലെ, SI പോലെയുള്ള നോട്ടിഫിക്കേഷനുകൾ വെയിറ്റിംഗ് ആണ്. അതുപോലെ +2 ലെവലിൽ ഇപ്പോൾ ഫയർമാനും ഫയർ വിമനും നോട്ടിഫിക്കേഷൻ വന്നു. ഡ്രൈവർ പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ സിവിൽ എക്സൈസ് ഓഫീസർ, CPO പോലെയുള്ള നോട്ടിഫിക്കേഷനുകൾ വരാനിരിക്കുന്നു. 10th ലെവലാണെങ്കിൽ സെയിൽസ്മാൻ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. അങ്ങനെ ധാരാളം. ഇനി അടുത്ത വർഷമാണെങ്കിൽ 10th ലെവലിലുള്ള കുറേ നോട്ടിഫിക്കേഷനുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നോട്ടിഫിക്കേഷനുകൾ ഇങ്ങനെ വരാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, നിങ്ങളുടെ പഠനമൊന്നും നിരാശപ്പെട്ട് അവസാനിപ്പിക്കരുത്. അത് മണ്ടത്തരമാണ്. കാരണം എന്താ, ഇത്രയും നാളും പഠിച്ചു വന്നിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറേ കഴിഞ്ഞിട്ട് വീണ്ടും എനിക്കപ്പോൾ പഠിക്കാൻ പറ്റിയില്ലല്ലോ, കുറച്ച് പഠിക്കേണ്ടതായിരുന്നു എന്നൊക്കെ വിചാരിച്ച് വീണ്ടും പഠിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. അതുകൊണ്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ ചെയ്ത് പൊക്കോളുക. ഇപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ LGS എക്സാം കഴിഞ്ഞു, നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല, കുഴപ്പമില്ലടാ, അടുത്ത എക്സാം വരുന്നുണ്ട്. ഓക്കെ, LD എക്സാം പഠിച്ചുകൊണ്ടിരുന്നു, എനിക്ക് മെസ്സേജ് വന്നില്ല, പോട്ടെ, കുഴപ്പമില്ല. ഇനി എന്താ മക്കളെ, നിങ്ങൾക്ക് അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലുണ്ട്. ആ അവസരങ്ങളെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പ്രയോജനപ്പെടുത്താൻ പഠിച്ചുകൊണ്ടിരിക്കാം. അടുത്ത നോട്ടിഫിക്കേഷനിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടേതാകുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ തുടങ്ങുക. അപ്പോൾ 150ഓളം നോട്ടിഫിക്കേഷനുകളാണ് വരാനിരിക്കുന്നത്. നമുക്ക് നോക്കാം. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ തൊഴിൽ വീതിയിലും തൊഴിൽ വാർത്തയിലും ഒക്കെ ഒരുപാട് വാർത്തകൾ വന്നു. 150ഓളം നോട്ടിഫിക്കേഷൻ എന്ത് ചെയ്യാനിരിക്കുന്നു, വരാനിരിക്കുന്നു. നോക്കിയാൽ 40 തസ്തികകളിൽ ഡിസംബർ 16-നും 47 തസ്തികയിൽ 30-നും ബാക്കിയുള്ളതിൽ 31-നും എന്താണ് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് പറയുന്നത്. അതിൽ 16-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അതിൽ ഫയർമാൻ, ഫയർ വിമൻ, ഫയർ ഡ്രൈവൽ പോലെയുള്ള നോട്ടിഫിക്കേഷനുകൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട് മക്കളെ, വന്നിട്ടുണ്ട്. അപ്പോൾ 16-ാം തീയതി നോട്ടിഫിക്കേഷൻ വന്നു. അത് നിങ്ങൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അതിൻ്റെ അപ്ഡേഷനൊക്കെ വന്നതാണ്, നിങ്ങൾ കണ്ടതാണ്. ഇനി 30-ാം തീയതി എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് നോട്ടിഫിക്കേഷനുകൾ വരാനിരിക്കുന്നുണ്ട്. അതിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. 31-ാം തീയതി കുറേ നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെ 150ഓളം നോട്ടിഫിക്കേഷനുകളാണ് വരാനിരിക്കുന്നത്. ഓക്കെ അല്ലടാ, സെറ്റല്ലേ? നോക്കിയേ, ഓഫീസർ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അസിസ്റ്റന്റ്, സെയിൽസ്മാൻ, ആരോഗ്യ വകുപ്പിലെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലും ഒക്കെയുള്ള കുറേ നോട്ടിഫിക്കേഷനുകളുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മലയാളം പോലെയുള്ള പരീക്ഷകളുണ്ടല്ലോ, അതായത് HSA മലയാളം പോലെയുള്ള പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2, മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റാഫ് നേഴ്സ് ഗ്രേഡ് 2 പോലെയുള്ള കുറേ എക്സാമുകൾ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തേക്കാം, ആ എക്സാമുകൾക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പഠിക്കുക. അപ്പോൾ ഒരു മെഗാ നോട്ടിഫിക്കേഷനാണ് വരാനിരിക്കുന്നത് കേട്ടോ. ഡിസംബറിൽ PSCയുടെ മെഗാ വിജ്ഞാപനം വരുന്നു എന്നാണ് പറയുക. 150-ലേറെ വിജ്ഞാപനങ്ങൾ വരുന്നുണ്ട്. സെക്രട്ടറി അസിസ്റ്റന്റ് എന്താണ്, ഡിസംബർ 31-ാം തീയതിയാണ് നമ്മൾ സെക്രട്ടറി അസിസ്റ്റന്റ് പ്രതീക്ഷിക്കുന്നത്. SI പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെ? SIയും സെക്രട്ടറി അസിസ്റ്റന്റും ഒക്കെ ഡിസംബർ 30-ാം തീയതി നമ്മൾ പ്രതീക്ഷിക്കുന്ന നോട്ടിഫിക്കേഷനുകളാണ്. അപ്പോൾ 30-ഉം 31-ഉം ഒക്കെ ആയിട്ട് ഒരുപാട് നോട്ടിഫിക്കേഷൻ, അത് വിരലെണ്ണാവുന്നതല്ല. 150ഓളം എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് പോസ്റ്റുകൾ നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ പഠനം എന്ത് ചെയ്തേക്കാം, കുറച്ചുകൂടി സ്ട്രോങ് ആക്കിക്കൊണ്ട് വരിക. ഇവിടെ കൊടുത്തിട്ടുണ്ട് സിവിൽ പോലീസ്, ആംഡ് പോലീസ്, SI, കൃഷി വകുപ്പിലെ ഓഫീസർ തുടങ്ങിയ പരീക്ഷകളുടെയൊക്കെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അങ്ങനെ കുറേ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷനുകൾ എന്നാ വരുന്നത്, ഡിസംബർ മാസം 30-ാം തീയതിയും വരുന്നുണ്ട്. ഓക്കെയാണ്. അപ്പോൾ എന്താണ്, അവസരങ്ങളൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. കഴിഞ്ഞ തവണ കിട്ടിയില്ല എന്ന് വിചാരിച്ച് കളഞ്ഞിട്ട് പോകേണ്ടതല്ല. ചിലപ്പോൾ LD കിട്ടിയില്ല മക്കളെ, നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലുള്ള സെക്രട്ടറി അസിസ്റ്റന്റ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്, SI ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ആ ഒരു കോൺഫിഡൻസിൽ എന്ത് ചെയ്യുക മക്കളെ, പഠിച്ചു പോവുക. ഇത് പഠിക്കേണ്ട സമയമാണ്, അവസാനിപ്പിക്കേണ്ട സമയമല്ല. അതാ ഇവിടെ കിടപ്പുണ്ട്. സെക്രട്ടറി അസിസ്റ്റന്റ്, ഫയർമാൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. സെയിൽസ്മാൻ, ഇതൊക്കെ എന്താണ്, ഇനിയും വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനുകളാണ്. ഓക്കെയാണ്, സെറ്റാണ്. അപ്പോൾ ഇത്രയും നോട്ടിഫിക്കേഷനുകൾ നിങ്ങളുടെ മുൻപിൽ ഇനിയും എന്താണ്, ആ ഒരു പ്രതീക്ഷ തന്നുകൊണ്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനുകൾക്ക് വേണ്ടി
ശക്തമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടേയിരിക്കുക. പറ്റുന്നതിൻ്റെ പരമാവധി സമയം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിത്തത്തിന് വേണ്ടി ചിലവഴിച്ചുകൊണ്ടേയിരിക്കുക. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു റിട്ടേൺ ഉണ്ടാക്കി തരിക തന്നെ ചെയ്യും. നമ്മളുടെ ബാച്ചുകൾ ഇപ്പോൾ റണ്ണിങ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ബാച്ചുകളിൽ ജോയിൻ ചെയ്യാം. ആ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് നന്നായിട്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ പഠനത്തെ ബൂസ്റ്റ് ചെയ്യാം. ഡിഗ്രി ലെവലിലേക്കുള്ളൊരു ബാച്ച് ഉണ്ട്. നമ്മുടെ പ്രത്യേകത ഡിഗ്രി ലെവലിലേക്ക് ഒരു ബാച്ചിൽ കയറിയാൽ ഏതെങ്കിലും ഒരു പോസ്റ്റ് അല്ല, അതായത് SI പോസ്റ്റിലേക്കും അതുപോലെ 7ഓളം പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനുകൾ ഡിഗ്രി ലെവലിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെല്ലാം കൂടി ചേർത്ത് ഒറ്റ ബാച്ച് ഇപ്പോൾ റണ്ണിങ് ആണ്. ആ ബാച്ചിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻസ്, സ്പെഷ്യൽ ടോപ്പിക്കുകളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒറ്റ ഫീസിൽ, അതായത് 4999 നമ്മുടെ ഡിഗ്രി ലെവലിലെ ഫീസ്. ആ ഒരു ഫീസിൽ എല്ലാ കോഴ്സുകളും ഓരോന്നിനും സെപ്പറേറ്റ് കോഴ്സ് ഫീസൊന്നും കൊടുത്ത് പഠിച്ച് നിങ്ങളുടെ പണം കളയരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി CPO, നമ്മുടെ ഫയർമാൻ പോലെയുള്ള പോസ്റ്റുകൾക്കെല്ലാം കൂടി കോഡ് ഫോഴ്സ് 2025 ബാച്ച് നമുക്കുണ്ട്. അവിടെയും നിങ്ങൾക്ക് എന്താണ്, ചെറിയൊരു ഫീസിൽ എല്ലാ +2 ലെവൽ പോസ്റ്റുകളും കൂടി ഒന്നിച്ച് പഠിക്കാം. അതിൻ്റെ എല്ലാ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യും മക്കളെ, ആഡാവും. അപ്പോൾ നിങ്ങൾക്ക് എന്താ, അഡീഷണൽ ആയിട്ട് പൈസ ഒന്നും കൊടുത്ത് പഠിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവും. അപ്പം അങ്ങനെ ചിലവഴിക്കേണ്ട ഒരു സാഹചര്യം വരത്തില്ല. അപ്പോൾ എന്താണ് മക്കളെ, ഈ അവസരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം സമയം എന്ത് ചെയ്യുക, നിങ്ങളുടെ പഠനത്തിന് വേണ്ടി നിങ്ങൾ എഫോർട്ട് ഇടുക. ഈ നമ്മുടെ ആപ്പിൻ്റെയും മറ്റ് പോസ്റ്റുകളുടെയും ഒക്കെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. മൊബൈൽ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചേക്കുക. ഈ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട സംശയങ്ങളായിക്കോട്ടെ, ബാച്ചുമായി ബന്ധപ്പെട്ട സംശയങ്ങളായിക്കോട്ടെ, എന്തിനും നമ്മൾ കൃത്യമായിട്ട് ഉത്തരം തരാനായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വിളിക്കാം. അപ്പോൾ എന്താ മക്കളെ, മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.